നമസ്കാരം. നെക്സ്റ്റ് വാട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടു കുറേ ദിവസങ്ങളായിട്ട് കുറേ പുതിയ സ്കൂട്ടറുകൾ, ദിവസം പുതിയ സ്കൂട്ടറുകളുടെ അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്, ലോഞ്ചിങ് അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഓലയാണ് ഒരുവിധ ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്തൊരു സാധനം അല്ലെ. ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് ഓലയാണ്. അപ്പൊ ഇവര് എങ്ങനെ വ്യത്യസ്തമാക്കാം, മറ്റ് സ്കൂട്ടറിൽ നിന്ന് ഇതിനെങ്ങനെ വ്യത്യസ്തമാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാന്നുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെ ഓലയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് അല്ലേ, നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സിന്റെ ഒരു പെരുമഴ തന്നെയാണ് ഓല സ്കൂട്ടറിനകത്തൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓലയിനകത്ത് അനൗൺസ് ചെയ്ത ഒരു ഫീച്ചറാണ് ക്രൂയിസ് കൺട്രോൾ അല്ലെ. ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് പ്രീമിയം കാർസിലും അതുപോലെ അത്യാവശ്യം പ്രീമിയം ബൈക്സിലൊക്കെ ഉണ്ടായിരുന്നൊരു ഫീച്ചർ. കാർസിലാണ് മെയിനായിട്ട് ഈ ക്രൂയിസ് കൺട്രോൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഹൈ ആൻഡ് ലക്ഷറി കാർസിലും ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മോഡറേറ്റ് റേഞ്ചിലുള്ള എങ്കിലും ലക്ഷറിയസ് കാറുണ്ട്, നമ്മുടെ സാധാരണ വാഹനങ്ങളിലൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം ലക്ഷറിയസ് ആയിട്ടുള്ള വാഹനങ്ങളിൽ കാണുന്ന ഒരു ഫീച്ചർ ആയിരുന്നു ഈ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിപ്പോ ഓലന്റെ സ്കൂട്ടറിനകത്ത് അപ്പൊ നമ്മൾ അത്ര പരിചയമല്ലാത്തൊരു ഫീച്ചറാണ് ഈ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനത് അതിനെക്കുറിച്ച് വെറുതെ പറയുന്നതിന് പകരം വാട്ട് ഈസ് ക്രൂയിസ് കൺട്രോൾ എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൂട്ടറിൽ നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഫസ്റ്റ് ടൈം വരുന്നത് ഓലയിലാണ്. സോ നമ്മൾ എന്താ വെച്ചാൽ ഒരു കാറിലാണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. കാറ് ക്രൂയിസ് കൺട്രോൾ ഫീച്ചറുള്ള ഒരു കാറ്, ഹോണ്ടന്റെ സിവിക് എന്ന് പറഞ്ഞ കാറിനകത്ത് ആ ഫീച്ചർ ഉണ്ട്. അപ്പൊ അതൊന്ന് ആൾക്കാർക്കൊന്നും കാണാം, എന്താണ് ഈ ക്രൂയിസ് കൺട്രോൾ കൊണ്ടുള്ള ഗുണം, അത് സ്കൂട്ടറിൽ എത്രത്തോളം ഗുണം ഉണ്ടാകുന്നുള്ളത് നമുക്ക് രണ്ടാമത് ആലോചിക്കാം. അപ്പോൾ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്രൂയിസ് കൺട്രോളിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. സാധാരണ ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവുക നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഉണ്ടാവും അതിന്റെ കൺട്രോള്. ഇപ്പോൾ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിട്ടുണ്ടാവും, പിന്നെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതുപോലെ അതിനകത്ത് തന്നെ പ്ലസ് മൈനസ് ഉണ്ടാവും, സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും, അതുപോലെ ക്യാൻസൽ ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ ക്രൂയിസ് കൺട്രോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് പാനലിൽ അത് ക്രൂയിസ് കൺട്രോൾ ഓൺ ആവും, ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിന്റെ സ്പീഡും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ 50 km/h മുകളിൽ സ്പീഡിൽ പോകുമ്പോഴാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീലിലുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് 50 km/h ഏത് സ്പീഡിനകത്ത് നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യാം. പിന്നെ നമുക്ക് ഏത് സ്പീഡിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ സ്പീഡ് എത്തുമ്പോൾ നമ്മൾ സെറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിനകത്തൊരു ഗ്രീൻ ലൈറ്റ് വരും. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കാല് യൂസ് ചെയ്യുന്നില്ല, ആക്സിലേറ്ററിൽ നിന്ന് ഞാൻ കാലെടുത്തു, വണ്ടി സെറ്റ് ചെയ്ത സ്പീഡിൽ തന്നെ പോകും. നമുക്ക് ഈ റോഡ് അത്ര സ്ട്രെയിറ്റ് അല്ല, എങ്കിലും മാത്രം കറക്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും ഇപ്പം നമ്മളൊരു 53-54 റേഞ്ചിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്പീഡിൽ നമ്മൾ ആക്സിലേറ്റർ യൂസ് ചെയ്യാണ്ട് പോകാൻ പറ്റും. എപ്പോഴാണോ നമ്മൾ ബ്രേക്കിൽ കാലമർത്തുന്നത് അപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റഡ് ആവും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ബട്ടണിനകത്ത് ക്യാൻസൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ക്യാൻസൽ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടു ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചറിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. കാറിനകത്ത് ക്രൂയിസ് കൺട്രോൾ സാധാരണ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ, സ്റ്റഡി റോഡ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡ്സിലൊക്കെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് കുറച്ച് റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. ഒരു സെമി ഓട്ടോണമസ് ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു വണ്ടി ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുന്ന പോലുള്ള ഒരു ഫീച്ചറാണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. മുന്നിലുള്ള വണ്ടിന്റെ സ്പീഡ് ഡിറ്റക്ട് ചെയ്തിട്ട് സ്പീഡ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഓട്ടോണോമസ് വണ്ടി ഡ്രൈവർലെസ് ആവുന്നതിനുള്ള ഒരു തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ. ഡ്രൈവറിന്റെ ആവശ്യമില്ല, അത് ഓൺലി സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ ആ സമയത്തുള്ള. ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറാണത്. അപ്പോൾ അത് കാറിൽ ഇത് യൂസ്ഫുൾ ആണ്, കാരണം നമുക്ക് അത്രയും നേരം റിലാക്സ് ചെയ്യാം, സ്ട്രെയിറ്റ് റോഡ്സിൽ റിലാക്സ് ചെയ്യാം, നമുക്ക് കാല് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോവാം. നമ്മുടെ നാട്ടിൽ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾ കണ്ടു, അതൊരു കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള റോഡ്സ് ഇല്ല.
അങ്ങനെ സ്ട്രെയിറ്റ് റോഡ്സ് ഇല്ല, ട്രാഫിക് എപ്പോഴും ഫുൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറേ നേരം ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന റോഡ്സ് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് അത് പക്കാ ഡെമോൺസ്ട്രേഷൻ ഈസ് നോട്ട് പോസിബിൾ. എങ്കിലും ഞാൻ അതിന് ഏകദേശം ഒന്ന് പരിചയപ്പെടാന്നുള്ള രീതിയിൽ അത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂട്ടറിൽ ഈ ക്രൂയിസ് കൺട്രോൾ എത്രത്തോളം ആവശ്യം വരുന്നുള്ളത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആണ്. കാരണം ഒരു ഫീച്ചറായിട്ട് അനൗൺസ് ചെയ്തു എന്നല്ലാണ്ട് അത് എത്രത്തോളം ആവശ്യമുണ്ടാവും എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുൾ തന്നെയാണ്. കാരണം ഒന്ന് സിറ്റി റൈഡ്സ് ആണ് സ്കൂട്ടേഴ്സ് കൂടുതൽ ഉപയോഗിക്കുക, അല്ല ലോങ് ഡ്രൈവിനൊന്നും നമ്മൾ സ്കൂട്ടർ എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ സിറ്റി ഡ്രൈവിന് തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഒരിക്കലും യൂസ്ഫുൾ അല്ല, നമുക്കത് ഓൺ ചെയ്യാൻ പറ്റില്ല, അത് കാര്യമില്ല. അപ്പോൾ അത് എത്രത്തോളം സ്കൂട്ടറിനകത്ത് ഓലയിനകത്ത് അത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ളത് നമുക്കത് കണ്ടെന്ന് അറിയേണ്ടി വരും. കാരണം അത് അനൗൺസ് ചെയ്തു, ഒരു ഫീച്ചറായിട്ട് അനൗൺസ് ചെയ്തു എന്നല്ലാണ്ട് എങ്ങനെ ഡിഫറെന്റ് ആവാം മറ്റ് സ്കൂട്ടറിൽ നിന്ന്, ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ള സ്കൂട്ടറിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആവാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഫീച്ചർ ആഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അല്ലാണ്ട് എസെൻഷ്യൽ ഫീച്ചറായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും നോക്കാം, നമുക്ക് എന്തായാലും വണ്ടി വരുമ്പോൾ നമുക്കറിയാം, വണ്ടി വന്നാലും മാത്രമേ നമുക്ക് അറിയാനും പറ്റുള്ളൂ അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ ഡ്രൈവർ എക്സ്പീരിയൻസ് നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ക്രൂയിസ് കൺട്രോളിനെ ഒന്ന് പരിചയപ്പെടുത്താന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു.